വളരെയധികം സാധ്യതകൾ ഉണ്ടായിട്ടും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല വളരെ കുത്തഴിഞ്ഞ് നിൽക്കുകയാണ്. അതിന്റെ ഒരു ഇഫക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇന്ന് ആളുകൾ ഇവിടെ ഏതെങ്കിലും ഒരു ഡിഗ്രി കിട്ടിയോണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടുന്ന് പുറത്തു പോകണം എന്ന ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മുടെ ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതും ഗവേഷണ സ്ഥാപനങ്ങൾ ഉള്ളതുമായ ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം, അമിതമായ രാഷ്ട്രീയ പ്രസരം, അതുപോലെ തന്നെ അതിന്റെ ഭരണരംഗത്ത് ഉണ്ടായിരിക്കുന്ന അപാകതകള്, യൂണിവേഴ്സിറ്റി തലത്തിൽ യഥാസമയം റിസൾട്ട് പുറത്തു വിടാത്തതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്രന്റീസ്ഷിപ്പ് പോലുള്ള അല്ലെ ട്രെയിനിങ് പോലുള്ള സംഗതികളുടെ അഭാവം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ കാരണം കേരളത്തിൽ വിദ്യാഭ്യാസം ചെയ്താൽ മുന്നോട്ടേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ അതുപോലുള്ള വിദ്യാഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ടേക്കുള്ള സാധ്യതകൾ കുറവാണ് എന്നൊരു വലിയ ഭാഗം ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടായി. രണ്ടാമത്തെ സംഗതി ഇവിടുത്തെ തൊഴിൽ മേഖലയുടെ പ്രതിസന്ധിയാണ്. യഥാർത്ഥത്തിൽ എന്താണ് തൊഴിൽ മേഖലയുടെ പ്രതിസന്ധി? ഇപ്പോഴും നമ്മുടെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഈ റിട്ടയർമെന്റ് പ്രായം 56-ൽ നിർത്തിക്കൊണ്ട് 56 വയസ്സാകുമ്പോഴത്തേന് ആളുകളെ റിട്ടയർ ചെയ്യിച്ചിട്ട് ആ പോസ്റ്റിലേക്ക് കയറാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട ഏറ്റവും വികലമായ ഒരു സമീപനമാണുള്ളത്. ഓരോ വർഷവും 100 കണക്കിന് ആളുകൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ പുറത്തിറങ്ങുന്നവർക്ക് പുതിയ തൊഴിലവസരങ്ങളും പുതിയ തൊഴിൽശാലകളും അതിനെ പറ്റിയ തൊഴിൽ അന്തരീക്ഷവും ഇവിടെ ഉണ്ടാകണം. ഇവിടെ ഇപ്പോഴും 10-50 വർഷം മുമ്പത്തെ ആ ട്രേഡ് യൂണിയൻ തൊഴിൽ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് അത് നിർമ്മാണ മേഖലയായാലും ഉൽപാദന മേഖലയായാലും ആ തരത്തിലുള്ള ഒരു തൊഴിൽ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തൊഴിലാളികളെ മുഴുവൻ ചൂഷണത്തിന് വിധേയരാക്കപ്പെട്ടിരിക്കുന്നു എന്ന ആ ഒരു നൂറ്റാണ്ട് മുമ്പത്തെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ നിയമങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ ചൂഷണത്തിന് എതിരായ സാഹചര്യങ്ങൾ ഇവിടെ ധാരാളമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതൊന്നും സാധ്യമല്ല എങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു സമീപനം നിൽക്കുന്നത് കൊണ്ട് കേരളത്തിലേക്ക് പുതിയ തൊഴിൽ നടത്തുന്നതുമായി വരുവാനോ പുതിയ നിക്ഷേപങ്ങൾ നടത്തുവാനോ ആളുകൾ തയ്യാറാകുന്നില്ല. അങ്ങനെ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർ നേരിടേണ്ടി വരുന്നത് വളരെ തിക്താനുഭവമാണ്.